വാർത്തകളിലേക്ക്. അനുനയ ശ്രമവുമായി എത്തിയ രമേശ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ച് കെ.വി. തോമസ്. അടവുകൾ വേണ്ടെന്നും ചെന്നിത്തലയോട് കെ.വി. തോമസ് പറഞ്ഞു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിഷേധത്തിലായ കെ.വി. തോമസിനെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല വസതിയിലെത്തിയപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കില്ലെന്നും കെ.വി. തോമസ് രമേശ് ചെന്നിത്തലയെ അറിയിച്ചു. രാവിലെ 10 മണിയോടെയാണ് രമേശ് ചെന്നിത്തല കെ.വി. തോമസിനെ കാണാൻ വസതിയിലെത്തിയത്. അടച്ചിട്ട മുറിയിൽ ഇരുവരും തമ്മിലുള്ള ചർച്ച അരമണിക്കൂറോളം നീണ്ടു. മുന്നറിയിപ്പില്ലാതെ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഐ ഗ്രൂപ്പാണെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയോട് കെ.വി. തോമസ് പൊട്ടിത്തെറിച്ചു. എന്തിനാണ് ഈ നാടകമെന്ന് ചോദിച്ച കെ.വി. തോമസിന് മുമ്പിൽ ഒരു നിമിഷം ചെന്നിത്തല വികാരാധീനനായതോടെ അടവ് വേണ്ടെന്ന് കെ.വി. തോമസ് പറഞ്ഞു. സ്ഥാനമാനങ്ങൾ നൽകാമെന്ന വാഗ്ദാനം പറയാനൊരുങ്ങിയ ചെന്നിത്തലയെ കെ.വി. തോമസ് വിലക്കി. എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കില്ലെന്നും സിറ്റിംഗ് എം.പി വ്യക്തമാക്കി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സന്തോഷ് അല്ലിങ്ങും കൂടി ചേരുകയാണ്. സന്തോഷ്, കെ.വി. തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാവിലെ മുതൽ കോൺഗ്രസ് പാളയത്ത് നടന്നിരുന്നു. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളും ഇതിനിടെ വന്നിരുന്നു. ഏതു തരം നീക്കങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത്? കോൺഗ്രസിന്റെ ശ്രമങ്ങളോട് അനുഭാവപൂർണമായ പ്രതികരണം കെ.വി. തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ജോർജറ്റ്, കെ.വി. തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കോൺഗ്രസിന്റെ ശ്രമങ്ങൾ ഏതാണ്ട് വിജയത്തിലെത്തിയിരിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന രീതിയിലാണ് കെ.വി. തോമസ് കേരള ഹൗസിൽ രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. ഏകദേശം ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച. രാവിലെ രമേശ് ചെന്നിത്തല കെ.വി. തോമസിനെ വസതിയിലെത്തി കണ്ടു. പക്ഷേ അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പൊട്ടിത്തെറിച്ച കെ.വി. തോമസ് ഉച്ചയ്ക്ക് ശേഷം പക്ഷേ അത്തരമൊരു രീതിയിലായിരുന്നില്ല. കേരള ഹൗസിലെത്തി നല്ല രീതിയിലാണ് രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ച് പിരിഞ്ഞത് എന്ന് മാത്രമല്ല, തന്റെ ഇളയ സഹോദരനാണ് രമേശ് ചെന്നിത്തല എന്നുപോലും കെ.വി. തോമസ് പറയുകയുണ്ടായി. എറണാകുളത്ത് ഹൈബീഡന് വേണ്ടി പ്രവർത്തിക്കും എന്നും അദ്ദേഹം അറിയിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു എന്നാണ് കെ.വി. തോമസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ധാരണയും നൽകാതെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പുറത്താക്കിയതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട് എന്ന് കെ.വി. തോമസ് പറഞ്ഞിരുന്നു. ഇപ്പോഴും അത്തരത്തിലൊരു പ്രതിഷേധമുണ്ടോ എന്ന ചോദ്യത്തിന് നിലവിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് കെ.വി. തോമസ് അറിയിച്ചത്. പക്ഷേ ഇതിനിടയിൽ ഹൈക്കമാൻഡ് വലിയ രീതിയിൽ ഇടപെട്ടിരിക്കുന്നു. കാരണം കെ.വി. തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള നേതാവും ആ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുള്ള നേതാവാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് പ്രത്യേക ദൂതനെ കെ.വി. തോമസിന്റെ വസതിയിലേക്ക് അയച്ചു. അങ്ങനെ ചർച്ചകൾ നടത്തി. AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള പദവികൾ വാഗ്ദാനം ചെയ്തു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള അനുവാദം നൽകി. ഇങ്ങനെ ചില നിബന്ധനകൾക്കൊടുവിലാണ് കെ.വി. തോമസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. BJP-യിലേക്ക് പോകും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇത്തരത്തിൽ BJP-യിലേക്ക് പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു. ഇതിനൊടുവിലാണ് കെ.വി. തോമസ് ഇതിന് വഴങ്ങിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 5 മണിയോടുകൂടി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്ക് കെ.വി. തോമസിനെ വസതിയിലെത്തി കാണുന്നുണ്ട്. അതിനുശേഷം 6 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാം എന്നാണ് ഇപ്പോൾ കെ.വി. തോമസ് ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്ന വിവരം. അതായത് കെ.വി. തോമസിന് അനുനയത്തിന്റെ ഭാഗമായി പുതിയ പദവികളൊക്കെ നൽകി കോൺഗ്രസിനൊപ്പം തന്നെ നിലനിർത്തുന്ന സമീപനം, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ കെ.വി. തോമസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്ന നിലയിൽ രാവിലെയോ ഇന്നലെയുമൊക്കെ ആയി നടന്ന പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നു എന്ന് തന്നെ. തീർച്ചയായും ജോർജറ്റ്, അങ്ങനെയുള്ള ഒരു വിവരമാണ് കെ.വി. തോമസ് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഉച്ചയോടുകൂടി തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു കെ.വി. തോമസ് കേരള ഹൗസിലെത്തിയത്. തുടർന്ന് രമേശ് ചെന്നിത്തലയുടെ മുറിയിലേക്ക് ചെന്നു. അടച്ചിട്ട മുറിയിൽ ഇരുവരും ചർച്ച നടത്തി. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല കെ.വി. തോമസിന്റെ വസതിയിൽ ചെന്നു. പക്ഷേ വസതിയിലെത്തിയ രമേശ് ചെന്നിത്തലയോട് എന്തിനാണ് ഈ നാടകം എന്നൊക്കെ ചോദിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ.വി. തോമസ് ചെയ്തത്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും വിഭാഗവുമാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിലെന്ന് കെ.വി. തോമസ് പ്രതീക്ഷിക്കുന്നു, കരുതുന്നു. അതിന്റെ ഒരു ദേഷ്യം മുഴുവൻ രമേശ് ചെന്നിത്തലയ്ക്ക് മേൽ തീർക്കുകയും ചെയ്തു. അവിടെ നിന്ന് തന്റെ ഇത്തരം സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ട രീതിയിലാണ് രമേശ് ചെന്നിത്തല പിൻവാങ്ങിയത്. എന്നാൽ ഇതിനുശേഷം ഹൈക്കമാൻഡിന്റെ ചില ദൂതർ കെ.വി. തോമസിനെ വസതിയിലെത്തി കണ്ടു. അവർ മുന്നോട്ട് വച്ച ചില ഉപാധികൾ കെ.വി. തോമസ് അംഗീകരിച്ചു. കാരണം നേരത്തെ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു വാഗ്ദാനങ്ങൾ കെ.വി. തോമസിന് ലഭിച്ചിരുന്നില്ല. UDF കൺവീനർ സ്ഥാനമോ അല്ലെങ്കിൽ എറണാകുളം നിയമസഭാ സീറ്റോ അടക്കമുള്ള വാഗ്ദാനങ്ങൾ ചില അനൗദ്യോഗികമായ
രഹസ്യമായി കെ വി തോമസിനെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. ഈ ഹൈക്കമാൻഡ് ദൂതൻ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയിരിക്കുക. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി കേരള ഹൗസിലേക്ക് കെ വി തോമസ് എത്തി, രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി, അതിനുശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നറിയിച്ചിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ദയവായി തുടരുക. ഇപ്പോൾ കെ വി തോമസിന്റെ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കാം. BJP-യിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചു കെ വി തോമസ് രംഗത്ത്, പാർട്ടിയിൽ തുടരാനാണ് താല്പര്യം, സീറ്റല്ല പെരുമാറ്റമാണ് വേദനിപ്പിച്ചതെന്നും കെ വി തോമസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പോസ്റ്റുകളില്ല, പക്ഷെ പാർട്ടിയോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയപരമായി എൻ്റെ കമ്മിറ്റ്മെൻറ്റ് പാർട്ടിയോട്. കെ വി തോമസിന്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം പറഞ്ഞത് സീറ്റല്ല പെരുമാറ്റമാണ് വേദനിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ പ്രതികരിച്ചതുപോലെ തന്നെ മുൻകൂട്ടി തന്നോട് കാര്യങ്ങൾ പറയാതെ രഹസ്യമായി കാര്യങ്ങൾ നീക്കിയത് തന്നെ വേദനിപ്പിച്ചു എന്നാണ് കെ വി തോമസ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരമായിരിക്കുന്നു. രാവിലെ രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. മുകുൾ വാസനിക്ക് അടക്കമുള്ളവർ ഫോണിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ അനുനയ ശ്രമങ്ങളുമായി ഇടപെട്ടു. അതിൽ വഴങ്ങി. ഒരുപക്ഷെ കോൺഗ്രസിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു നീക്കമായിരുന്നു കെ വി തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒടുവിൽ കെ വി തോമസ് വിചാരിച്ച വഴിക്ക് തന്നെ കോൺഗ്രസ് വഴങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതി എന്നും നിരീക്ഷിക്കാൻ കഴിയുന്നു. ജോർജറ്റ്, അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ നീക്കുപോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുന്നത് മുതൽ വലിയ എതിർപ്പിലാണ് കെ വി തോമസ്. കെ വി തോമസ് ആകട്ടെ BJP-യിലോട്ട് പോകുമോ എന്ന ചോദ്യം പലകുറി ഇന്നലെ ആവർത്തിക്കപ്പെട്ടു. അപ്പോഴൊന്നും അത് നിഷേധിക്കുകയായിരുന്നില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യം അല്ല എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ചെയ്തത്. ഇന്ന് രാവിലെ പോലും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയ കെ വി തോമസിന്റെ അത്തരമൊരു നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചു. ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ വി തോമസ് മത്സരിച്ചാൽ NDAയുടെ പിന്തുണ എറണാകുളത്ത് ലഭിക്കും. അത് എറണാകുളം മാത്രമല്ല, മറ്റ് മധ്യ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതകളെ പോലും ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ദ്രുതഗതിയിൽ അദ്ദേഹവുമായി ചർച്ച നടത്തിയത്. അഹമ്മദ് പട്ടേൽ അടക്കമുള്ളവർ ഫോണിൽ ബന്ധപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം മുഗൾ വാസ്നിക്ക് പലകുറി ഫോണിൽ സംസാരിച്ചു. ഡൽഹിയിൽ അദ്ദേഹത്തോട് തുടരണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ നേരിട്ടെത്തിയ രമേശ് ചെന്നിത്തലയെ ശാസിക്കുകയും ചെയ്തു കെ വി തോമസ്. പക്ഷെ അതിനുശേഷം ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ടെത്തി അദ്ദേഹം വെച്ച ഉപാധികൾ അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും BJP-യിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. BJP-ന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ കെ വി തോമസ് പറയുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിലാണ് മറ്റു രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും കെ വി തോമസ് കോൺഗ്രസിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ച് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തന്നെയാണ് കെ വി തോമസിന്റെ നിലപാടുകൾ അറിയാൻ കാത്തിരിക്കുകയായിരുന്നു രാഷ്ട്രീയ ലോകം. പ്രത്യേകിച്ച് സീറ്റ് പ്രഖ്യാപനം പോലും വൈകിപ്പിച്ച് BJP-യും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിൽ തുടരും, തന്നെ ചില പെരുമാറ്റങ്ങളാണ് വേദനിപ്പിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് താനെന്ന് കെ വി തോമസ് പ്രതികരിച്ചിരിക്കുന്നു. ദയവായി സന്തോഷ് തുടരുക. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഒരു വാർത്ത കൂടി. കോൺഗ്രസിന്റെ 4 സീറ്റുകളിലെ തർക്കം ഇപ്പോഴും തുടരുകയാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നു. വയനാട് T. സിദ്ദിഖിന് വേണമെന്ന നിലപാടിൽ ഉറച്ച് ഉമ്മൻചാണ്ടിയും രംഗത്തുണ്ട്. മാരത്തൺ ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. സന്തോഷിലേക്ക്. സന്തോഷ്, ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ ഇന്ന് ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് കേരള നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങേണ്ടതാണ്. എങ്കിലും ചർച്ചകൾ വീണ്ടും നാളത്തേക്ക് കൂടി നീളുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. തീർച്ചയായും ജോർജറ്റ്, 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക നിർണയം വീണ്ടും കോൺഗ്രസിനെ കുഴയ്ക്കുകയാണ്. ഇന്നലെ 12 സീറ്റുകളിൽ തീരുമാനിച്ചു. 4 സീറ്റുകളിലെ തർക്കം ഇന്ന് രാവിലെ നടന്ന ചർച്ചകളിൽ പോലും പരിഹരിക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് കേരളത്തിലുള്ള ഉമ്മൻചാണ്ടിയെ തിരക്കിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ എത്തിയാൽ മാത്രമേ ചർച്ചകൾ വീണ്ടും ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഫോർമുല ഈ 4 സീറ്റുകളിലായി രൂപപ്പെട്ടിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് MLA തന്നെ മത്സരിക്കുക. ആലപ്പുഴയിൽ A വിഭാഗത്തിന് T. സിദ്ദിഖ് മത്സരിക്കും. വയനാട് ഷാനിമോൾ ഉസ്മാനെ തന്നെ മത്സരിക്കും. I ഗ്രൂപ്പ് ആണ്. കാരണം I ഗ്രൂപ്പിന്റെ സീറ്റ് കൂടിയാണ് വയനാട്. ഒരു കാരണവശാലും A ഗ്രൂപ്പിന് വിട്ടു നൽകാനാകില്ല എന്ന് ഇന്നലെ അറിയിച്ചിരുന്നതാണ്. അതാണ് വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ ഷാനിമോൾ ഉസ്മാനെ തന്നെ മത്സരിപ്പിക്കും. സ്വാഭാവികമായിട്ടും I ഗ്രൂപ്പുകാരി ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാറ്റം മണ്ഡലത്തിൽ പ്രശ്നമാകില്ല. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിപ്പിക്കാനാണ് തീരുമാനം. മുല്ലപ്പള്ളി KPCC അധ്യക്ഷനുകളിലെ വലിയ താല്പര്യമുള്ള കോഴിക്കോട് കൗൺസിലർ
കൂടിയാണ് വിദ്യാ ബാലകൃഷ്ണൻ. അവരെ വടകരയിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി കൂടി എത്തണം. ടി സിദ്ദിഖിന് വയനാട് സീറ്റിൽ മത്സരിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്ന നിർബന്ധത്തിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. നേരത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ഈ ആവശ്യം ഉമ്മൻചാണ്ടി മുന്നോട്ട് വച്ചിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഐ ഗ്രൂപ്പ് ഈ സീറ്റ് വിട്ടു നൽകാനാകില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തതും 4 സീറ്റുകളുടെ തീരുമാനം മാറ്റിവെച്ചതും. ഇന്നലെ വടകരയിലടക്കം സീറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പിന്നീട് അതിനെക്കുറിച്ച് മൗനം പാലിച്ചു. പിന്നീടാണ് അറിഞ്ഞത് വടകര അടക്കം 4 സീറ്റുകളിലാണ് തർക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക മണ്ഡലമായി നിൽക്കുന്നത് വയനാടാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മണ്ഡലത്തിലാണ് ഐ ഗ്രൂപ്പുകൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എന്തായാലും ഇപ്പോൾ അത് ഐ ഗ്രൂപ്പിന് തന്നെ നൽകി. പ്രത്യേകിച്ച് ഷാനിമോൾ ഉസ്മാനെ അവിടെ മത്സരിപ്പിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതകളാണ് തേടുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടി കൂടി ഇനി ഡൽഹിയിൽ എത്തണം. അത് നാളെ എത്തുകയുള്ളൂ. ഇനി നാളെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഒരു തീരുമാനം എത്തൂ. ഇന്ന് വൈകുന്നേരം തീരുമാനമായിരുന്നെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങി പോകേണ്ടതായിരുന്നു. ഇതിനുള്ള വിമാന ടിക്കറ്റ് അടക്കം അവർ എടുത്തിരുന്നതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് റദ്ദാക്കി അവർ ഡൽഹിയിൽ തന്നെ തുടരുന്നു. ഇനി ഉമ്മൻചാണ്ടി കൂടി എത്തിയതിനു ശേഷം ചർച്ച ആരംഭിച്ചൊരു തീരുമാനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കോൺഗ്രസിൽ ബാക്കിയുള്ള 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാണ്. സീറ്റുകളിൽ ധാരണ എത്താൻ കഴിയുന്നില്ല. ഉമ്മൻചാണ്ടി കൂടി ദില്ലിയിലെത്തി ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് പങ്കുവച്ചത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിനെതിരെ വ്യാജ പ്രചരണവുമായി ലീഗ്. MLA ആയിരിക്കെ മായനാട് UP സ്കൂളിന് 10 ലക്ഷം രൂപ അനുവദിച്ചു എന്നത് വ്യാജമാണെന്ന തരത്തിലാണ് ലീഗ് പ്രചരണം. സ്കൂളിനെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ പ്രതിഷേധമുയരുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ MLAക്കെതിരെയാണ് നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടക്കുന്നത്. മായനാട് AUP സ്കൂളിൽ ഹൈടെക് അടുക്കള നിർമ്മാണത്തിനാണ് MLA ഫണ്ടിൽ നിന്ന് പ്രദീപ് കുമാർ 10 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ വർഷം ഫെബ്രുവരി 27-നാണ് MLA ഫണ്ടിൽ നിന്നും പണം നൽകിയത്. എന്നാൽ ലീഗ് ചെലവൂർ മേഖലാ സെക്രട്ടറി 2019 ഫെബ്രുവരി 20 വരെ സ്കൂളിന് പണം അനുവദിച്ചിട്ടില്ല എന്ന വിവരാവകാശ രേഖ പ്രചരിപ്പിച്ചാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. PTA-യും സ്കൂൾ സ്റ്റാഫും MLAക്ക് അഭിവാദ്യമർപ്പിച്ചു വെച്ച ബോർഡും ലീഗിനെ ചൊടിപ്പിച്ചു. ഇതുപയോഗിച്ചാണ് ലീഗിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ പ്രചാരണം. സ്കൂളിന് വികസനം മാത്രം സമ്മാനിച്ച MLAക്കെതിരെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം പ്രചാരണം നടക്കുന്നത് എന്നും സ്കൂളിനെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും PTA പ്രസിഡന്റ് വ്യക്തമാക്കി. കളക്ടറേറ്റിലേക്ക് അതിന്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ നിരന്തരം അതിന്റെ പിന്നാലെ തന്നെ നമ്മൾ MLAന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഫണ്ട് നമുക്ക് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പേപ്പർ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ PTA, MPTA, സ്റ്റാഫ് തുടങ്ങിയ പേരിൽ നമ്മൾ ഇവിടെ MLAക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിച്ച് ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിന് ഈ ഒരു വികസനം പ്രവർത്തനത്തിൽ വേണ്ടി നമുക്കൊരു ഫണ്ട് വെച്ചതിന് MLAയുടെ പേരിലും കരിവാരി തെക്കുന്ന ഒരു രീതിയിലൊരു പ്രവർത്തനമാണ് ആ മറുരാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡിസംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി സ്കൂളിന് വലിയ പ്രതീക്ഷ നൽകുമെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുമ്പോഴാണ് ലീഗിന്റെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യാജ പ്രചാരണം. ഇതിനെതിരെ സൈബർ കുറ്റകൃത്യത്തിന് പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദീപ് കുമാർ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ MLA ആയിരിക്കെ നടത്തിയ വികസന നേട്ടങ്ങളെ കുറച്ചു കാണിക്കാൻ വേണ്ടിയാണ് ലീഗിന്റെ വ്യാജ പ്രചാരണം. ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രദീപ് കുമാറും സ്കൂൾ അധികൃതരും. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. 2019 ശേഷം ഇനി തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന BJP MP സാക്ഷി മഹാരാജന്റെ പ്രസ്താവന സംഘപരിവാറിന്റെ ഉള്ളിലിരിപ്പെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഫ്രോയിഡിയൻ സ്ലിപ്പിലൂടെ പുറത്തുവന്നത് ഗുരുതരമായ ചിന്താഗതിയാണ്. ആർക്കും വരാനും പോകാനും കഴിയുന്ന സമാന പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിയാണ് BJPയും കോൺഗ്രസും എന്നതാണ് ഇപ്പോൾ തെളിയുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചത് പിണറായി വിജയൻ സർക്കാരാണെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ മുന്നേറ്റമുണ്ടാകുമെന്നും തുടർന്ന് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ തന്നെ ഇല്ലാതാകുമെന്നുമാണ് BJP MP സാക്ഷി മഹാരാജ് കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പ്രസംഗം. സംഘപരിവാർ സംഘടനകളുടെ മനസ്സിലിരിപ്പാണ് ഫ്രോയിഡിയൻ സ്ലിപ്പിലൂടെ പുറത്തുവന്ന ഈ ഗുരുതര പ്രസ്താവനയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു.
കൈർലി പീപ്പിൾ ന്യൂസ് ഡയറക്ടർ നടത്തിയ അന്യോന്യം പരിപാടിയിലായിരുന്നു ബേബിയുടെ പ്രതികരണം. ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്ന പോലെ ചിലത് അവരുടെ ചിന്തയിലോ സ്വപ്നത്തിലോ ആഗ്രഹങ്ങളിലോ ഉള്ളത് വാചകങ്ങളായിട്ട് ചിലപ്പോൾ കടന്നു വരും. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ അധികാരത്തിൽ വന്നിട്ടാണ് തെരഞ്ഞെടുപ്പുകളെ മുഴുവൻ അപ്രസക്തമാക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു പ്രശ്നമാകുന്ന അവസ്ഥയാണ് സാക്ഷി മഹാരാജും നരേന്ദ്രമോദിയും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസ് PJ ജോസഫിനോട് മ്ലേച്ഛമായ നിലപാടാണ് സ്വീകരിച്ചത്. KV തോമസിനോടാകട്ടെ ജനാധിപത്യ മര്യാദയും കാണിച്ചില്ല. ഇവിടെ വ്യക്തമാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകാവുന്നതും വരാവുന്നവരുമായ ഒരു രീതിയാണ് BJPയെയും കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ചുള്ളത് എന്ന് ഇന്നത്തെ ഈ രണ്ട് മുന്നണിയുടെയും അവസ്ഥ നമ്മളോട് പറയുകയാണ്. കോൺഗ്രസിന്റെ അറിവോടെയാണോ മുസ്ലിം ലീഗ് SDPI ചർച്ച നടന്നത് എന്നത് വ്യക്തമാക്കണം. ഇത് അത്യന്തം ആപൽക്കരമായ രാഷ്ട്രീയ നീക്കമാണെന്നും ബേബി വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിച്ചവരാണ് സംസ്ഥാന സർക്കാർ. വിശ്വാസികൾക്കെതിരായ നിലപാട് NSS കൈക്കൊണ്ടു. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമമായാണ് പിണറായി വിജയൻ സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നും ബേബി വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി ചിത്രത്തിന് അന്തിമ രൂപമാക്കാനാകാതെ BJP. MD രമേശും PK കൃഷ്ണദാസും മത്സരിക്കില്ല. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയാണ് തർക്കം ഏറ്റവും കൂടുതൽ. കൂടുതൽ വിവരങ്ങളുമായി ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ശരത്ത്, BJPയിലും സീറ്റ് ധാരണ ആയില്ല. മറ്റ് മുന്നണികൾ LDF സീറ്റ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൽ ഭാഗികമായെങ്കിലും സ്ഥാനാർത്ഥികളായി. BJPയിൽ സീറ്റ് തർക്കങ്ങൾക്ക് ഇതുവരെ പരിഹാരമാകാത്ത സാഹചര്യമാണോ? എന്താണ് വിവരങ്ങൾ? ജോർജറ്റ്, ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ രണ്ടാം ദിവസമാണ് ഇന്ന്. നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായി അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിലൊന്നും തന്നെ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സന്നദ്ധതയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഒരു വശത്ത് ലഭിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇന്ന് രാത്രിയോടുകൂടി തന്നെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മത്സരിക്കേണ്ടി വരും. അത് സ്വാഭാവികമായും പത്തനംതിട്ടയിലെ നിലവിലെ സാഹചര്യത്തിൽ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ K സുരേന്ദ്രന് മണ്ഡലം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ ചെന്നെത്താനുള്ള സാഹചര്യമുണ്ട്. പത്തനംതിട്ട സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശ്. MT രമേശിനും സീറ്റ് പത്തനംതിട്ട ലഭിക്കില്ല എന്ന് ഏതായാലും ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MT രമേശും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. PK കൃഷ്ണദാസ് അതുപോലെ തന്നെ B ഗോപാലകൃഷ്ണൻ എന്നീ നേതാക്കന്മാർക്കും സീറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം കുമ്മനം രാജശേഖരൻ, പത്തനംതിട്ട PS ശ്രീധരൻപിള്ള, ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ, പാലക്കാട് T കൃഷ്ണകുമാർ, അതുപോലെ തന്നെ ആലപ്പുഴ KS രാധാകൃഷ്ണൻ, പൊന്നാനി VT രമ, മലപ്പുറം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് KP ശ്രീശൻ, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് VK പ്രകാശ് ബാബു എന്നിവരാണ് ഒറ്റ അംഗം എന്നുള്ള നിലയിലേക്കുള്ള പട്ടികയായി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ പട്ടിക പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതാക്കന്മാരുള്ളത്. എന്നാൽ ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഈ ഒരു പട്ടിക ഇന്ന് തന്നെ പുറത്തിറക്കാനുള്ള സാധ്യത വിരളമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ദില്ലിയിൽ നിന്ന് ശരത്താണ് വിവരങ്ങൾ നൽകിയത്. BJPയിലും സീറ്റ് തർക്കങ്ങൾ തുടരുന്നു. അന്തിമ തീരുമാനം ആകുന്നില്ല. ദില്ലിയിൽ രണ്ടാം ദിവസം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ന്യൂസിലൻഡിൽ ഭീകരാക്രമണത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി അൻസിയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നോർക്ക റൂട്ട്സ് ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഹൈക്കമ്മീഷണർ ന്യൂസിലൻഡ് പോലീസ് അധികൃതരുമായി സംസാരിച്ചു. 24 മണിക്കൂറിനകം മൃതദേഹം വിട്ടു നൽകുമെന്നാണ് പോലീസ് ഹൈക്കമ്മീഷണറെ അറിയിച്ചത്. മൃതദേഹം വിട്ടുകൊടുത്താൽ 4 ദിവസത്തിനകം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് നോർക്ക റൂട്ട്സ് അധികൃതർ പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി ആറ്റിങ്ങൽ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത്. കഴിഞ്ഞ 3 തവണയും നൽകിയ സ്വീകരണം തന്നെയാണ് ജനങ്ങൾ ഇത്തവണയും നൽകുന്നതെന്നും എതിർ സ്ഥാനാർത്ഥി ആരായാലും തന്നെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാണെന്നും A സമ്പത്ത് പറഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ആറ്റിങ്ങലിന്റെ സമ്പത്തായ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത്.
കഴിഞ്ഞ 3 തവണയും മത്സരിച്ച് വിജയിച്ച് നാട്ടിൽ നടത്തിയ വികസനം വിളിച്ചു പറഞ്ഞു തന്നെയാണ് സമ്പത്ത് 4ാം തവണയും ജനങ്ങളെ കാണാനിറങ്ങുന്നത്. പ്രധാനമായും ഓരോ ജംഗ്ഷനുകളിലുമെത്തി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുകയാണ് ഡോക്ടർ എ സമ്പത്ത്. അത് ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ തൊഴിലാളികളും പണിയെടുക്കുന്നവരായിട്ടുള്ളവരും മറ്റ് വീട്ടമ്മമാരുൾപ്പെടെയുള്ളവരും വിദ്യാർത്ഥികളും ആബാലവൃദ്ധം ജനങ്ങളും ഇക്കാര്യത്തിൽ ഈ നാടിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് അവർക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ട്. ഇടതുപക്ഷമാണ് യഥാർത്ഥ ജനപക്ഷം, ആ ഇടതുപക്ഷമാണ് രാജ്യത്തിന്റെ ഹൃദയപക്ഷം എന്ന് അവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. ഇന്ന് വാമനപുരം മണ്ഡലത്തിലെ വെഞ്ഞാറമൂട്, കല്ലറ, കാരേറ്റ്, പാലോട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു സമ്പത്ത് പര്യടനം നടത്തിയത്. എത്തിയിടത്തെല്ലാം വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുമുണ്ടായത്. LDF സ്ഥാനാർത്ഥി പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോൾ UDFന്റെയോ NDAയുടെയോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോലും കഴിയാത്തത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു. ആറ്റിങ്ങലിൽ വ്യക്തമായ തെരഞ്ഞെടുപ്പ് ചിത്രം ആയില്ലെങ്കിൽ പോലും LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് പ്രചരണ ചൂടിൽ തന്നെയാണ്. ക്യാമറാമാൻ RK കുമാറിനൊപ്പം റിനു ശ്രീധർ. കൂട്ടുകക്ഷി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത കവേൽക്കറാണ് ഗവർണർക്ക് കത്തയച്ചത്. ഗവർണറെ നേരിൽ കാണണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 40 അംഗ നിയമസഭയിൽ ഇപ്പോൾ 37 MLA-മാരാണുള്ളത്. നിലവിൽ കോൺഗ്രസിന് 14ഉം BJPക്ക് 13ഉം MLA-മാരുണ്ട്. 3 വീതം MLA-മാരുള്ള മഹാരാഷ്ട്രവാദി ഗോമാതക് പാർട്ടിയെയും ഗോവ ഫോർവേഡ് പാർട്ടിയെയും NCPയുടെ ഏക MLA-യെയും ഒരു സ്വതന്ത്രനെയും ഒപ്പം നിർത്തിയാണ് BJP സർക്കാർ ഉണ്ടാക്കിയത്. ഫോർവേഡ് പാർട്ടിയെയും സ്വതന്ത്ര MLA-മാരെയും ഒപ്പം നിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. എന്നാൽ സർക്കാരിന് പ്രതിസന്ധിയില്ലെന്നാണ് BJPയുടെ പ്രതികരണം. BJP MLA-മാരുടെ യോഗം വിളിച്ച് നേതാക്കൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. സഖ്യകക്ഷികളുമായി യോഗം ചേർന്ന് വിമത നീക്കങ്ങളെ ചെറുക്കാനാണ് BJPയുടെ നീക്കം. സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഗോവ പോകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് വനിതാ പാർലമെന്റ് ചേർന്നു. തൊഴിലിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഒറ്റയ്ക്കും കൂട്ടായും കൊല്ലം QAC ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം: തുല്യതയ്ക്കായി പൊരുതുക, അതിന് ശക്തി പകരുന്ന ഇടതുപക്ഷത്തോടൊപ്പം ചേരുക. നന്മയ്ക്ക് ഒരു വോട്ട്, അതാണ് തന്റെ അപേക്ഷയെന്ന് KN ബാലഗോപാൽ അഭ്യർത്ഥിച്ചപ്പോൾ കരഘോഷം മുഴങ്ങി. കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ വിജയം സുനിശ്ചിതമാക്കുമെന്ന് പ്രഖ്യാപിച്ചു ചേർന്ന ഇരവിപുരം മണ്ഡലം വനിതാ പാർലമെന്റ് അക്ഷരാർത്ഥത്തിൽ മഹാവിജയത്തിന്റെ സൂചനയായി. ബനിയാന്യൂതനായി കടന്നുവന്ന സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെ സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെ വരവേറ്റു. രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കാൻ സ്ത്രീ സമൂഹം ഒന്നടങ്കം രംഗത്ത് വരണമെന്ന അഭ്യർത്ഥനയോടെ അദ്ദേഹത്തിന്റെ ചെറുപ്രസംഗം. നന്മയുടെ രാഷ്ട്രീയമായ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ നിലയ്ക്കാത്ത കയ്യടി. ഞാനും നിങ്ങളുമെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം, ആശയം ഈ പറഞ്ഞ നന്മയുടെ രാഷ്ട്രീയമാണ്. അതിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. സംവിധായക വിധു വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി VS ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ജന്മനാട്ടിൽ സ്നേഹനിർഭരമായ സ്വീകരണം. LDF വിരുദ്ധ ചേരിയിലുള്ളവർ പോലും സതീഷ് ചന്ദ്രന് പിന്തുണയും അനുഭാവവും പ്രകടിപ്പിച്ചു. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം പട്ടേന സ്വദേശിയാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. വോട്ടഭ്യർത്ഥനയുമായി എത്തിയ സതീഷ് ചന്ദ്രനെ ജന്മനാട് സ്നേഹാദരങ്ങളോടെ വരവേറ്റു. ഗുരുനാഥന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, പൊതുരംഗത്തെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവരെ സന്ദർശിച്ച് KP സതീഷ് ചന്ദ്രൻ പിന്തുണ അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയമായി ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും KP സതീഷ് ചന്ദ്രന് തന്റെ അനുഗ്രഹവും പിന്തുണയുമുണ്ടെന്ന് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കോൺഗ്രസ് നേതാവുമായ KR കണ്ണൻ പറഞ്ഞു. സതീഷ് ചന്ദ്രന് എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. സതീഷ് ചന്ദ്രനായിട്ട് ഞാൻ പണ്ടേ വളരെ സ്നേഹത്തിലാണ്. വളരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതിരിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണന്റെ വീട്ടിലെത്തിയ KP സതീഷ് ചന്ദ്രനെ അദ്ദേഹം അനുഗ്രഹിക്കുകയും വിജയാശംസകൾ അറിയിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പരേതനായ NK കുട്ടന്റെ കുടുംബാംഗങ്ങളെ KP സതീഷ് ചന്ദ്രൻ സന്ദർശിച്ചു. തുടർന്ന് മുൻ കോൺഗ്രസ് നേതാവും കലാകാരനും നടനുമായ EV ചന്തുവിനെ സന്ദർശിച്ച സതീഷ് ചന്ദ്രന് അദ്ദേഹം വിജയഭാവുകങ്ങൾ അറിയിച്ചു. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ ഒരു നല്ല വ്യക്തിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സ് തുറന്ന് സമ്മതിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി മാത്രം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സേവനം ചെയ്യുന്ന എന്റെ അറിവിൽപ്പെട്ട 2-3 ആളുകൾ ഒന്ന് സതീഷ് ചന്ദ്രനാണ്. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട്ട് P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കൺവീനർ TV രാജേഷ് MLA, LDF ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം മലയൻകീഴിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവിന്റെ പ്രതിമ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പാർട്ടിയിൽ അമർഷം പുകയുന്നു. തലസ്ഥാനത്തെ മുതിർന്ന നേതാവ് VK മണികണ്ഠൻ നായരുടെ പ്രതിമയെ ചൊല്ലിയാണ് AI ഗ്രൂപ്പുകൾ പോരടിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിനെതിരെ പരാതിയുമായി മണികണ്ഠൻ നായരുടെ ഭാര്യയും യൂത്ത് കോൺഗ്രസും KPCCക്ക് പരാതി നൽകി. KPCC അംഗവും മലയൻകീഴ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ VK മണികണ്ഠൻ നായരുടെ സ്മരണയ്ക്കായി പണിതുകൊണ്ടിരുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പുറകിലെ കാട് പിടിച്ച സ്ഥലത്ത് നിന്നാണ് പ്രതിമ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മുമ്പ് മലയൻകീഴ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന പ്രതിമ രാഷ്ട്രീയ സ്തൂപങ്ങൾ ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചതിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ പ്രതിമയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നത് സംഭവങ്ങളുടെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സ്മാരക നിർമ്മാണത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വേണുഗോപാലിനെ ഒഴിവാക്കണമെന്ന് ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് പ്രതിമ തകർക്കപ്പെട്ടത്. ഇതോടെയാണ് DCC ജനറൽ സെക്രട്ടറി വേണുഗോപാലിനെതിരെ VK മണികണ്ഠൻ നായരുടെ ഭാര്യ കൃഷ്ണമ്മ KPCCക്ക് പരാതി നൽകിയത്. ഇതിനു പിന്നാലെ ഗ്രൂപ്പ് ഭേദമന്യേ മലയൻകീഴിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ KPCCക്കും മറ്റ് മുതിർന്ന നേതാക്കൾക്കും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മലയൻകീഴ് മണ്ഡലം കമ്മിറ്റി ജംഗ്ഷനിൽ സ്ഥാപിച്ച ഫ്ലക്സ് എതിർ ഗ്രൂപ്പുകാർ എടുത്തുമാറ്റി. പ്രതിമ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലടക്കം ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും KPCC ഇതുവരെ നടപടിയൊന്നും സ്വീകരിക്കാത്തത് പ്രവർത്തകരിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.